സലാർ ട്രെയിലറിലെ ഈ അതീര റെഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചതാണോ? അതുമാത്രമല്ലാതെ ട്രെയിലറിലെ KGF കണക്ഷൻസ്. വരൂ വീഡിയോയിലോട്ട് പോകാം. സലാർ പാർട്ട് 1 സീസ് ഫയറിന്റെ ട്രെയിലർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങി. ട്രെയിലറെക്കുറിച്ച് പല അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രെയിലർ KGF പോലെ തന്നെയുണ്ട്, KGFന്റെ അത്രയ്ക്ക് പോരാ, സലാർ KGF കണക്ഷൻസ്, അങ്ങനെ പലതും. എന്നാൽ മുൻപ് സലാർ ഉഗ്ര റീമേക്കാണെന്നും ഉഗ്ര മൂവിയുടെ സെക്കൻഡ് പാർട്ടാണെന്നുമൊക്കെ പറഞ്ഞവരുമുണ്ട്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുമുണ്ട്. എന്നാൽ പ്രശാന്ത് നീൽ സലാറിന്റെ ട്രെയിലറിൽ പല ഹിഡൻ ക്ലൂസ് വെച്ചിട്ടുള്ളതായി ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നി. വെറുമൊരു ഫ്രണ്ട്ഷിപ്പ് റിവെഞ്ച് സ്റ്റോറി മാത്രമേ സലാർ ഒതുങ്ങില്ല എന്നും തോന്നുന്നുണ്ട്. കാരണം സലാർ KGFന് മുൻപ് എഴുതിയ കഥയാണെന്നും KGFന് മുൻപ് റിലീസ് പ്ലാൻ ചെയ്തതാണെന്നും മുൻപ് പ്രശാന്ത് നീൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ട്രെയിലറിൽ നിന്ന് വ്യക്തമാവുന്നതുമാണ്. കാരണം KGFന് മുൻപ് നടക്കുന്ന കഥയായിട്ട് തന്നെയാണ് സലാർ നമുക്ക് തോന്നുന്നത്. കൻസാറിലേക്ക് പല ഗോത്രങ്ങൾ വരുന്നതായി ട്രെയിലറിൽ പറയുന്നുണ്ട്. അവരുടെയെല്ലാം ഓർമ്മപ്പെടുത്തലെന്നോണം രാജമന്നാരെ കാണിക്കുമ്പോൾ ആ മുറിയിൽ ഒരുപാട് പ്രതിമകൾ കാണാം. അതിലൊന്നിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് അതീരയെപ്പോലെ തോന്നും. KGFലും അദ്ദേഹം ബൈക്കിംഗ് സമ്പ്രദായം പിന്തുടർന്നു വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ രാജമന്നാറും മകനും അവരുടെ അനുയായികളും മൂക്കിൽ റിങ്ങിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് നമ്മൾ മുൻപ് കണ്ടിരിക്കുന്നത് KGFലെ മൈനിങ് കമ്പനിയിലെ ഗരുഡയുടെ ആൾക്കാരിലാണ്. അപ്പോൾ ഇവർ ഒന്നുകിൽ മന്നാരുടെ ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇതുമാത്രമല്ലാതെ ഒരു പുരാണ ടച്ച് ട്രെയിലറിൽ ത്രൂ ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ട്രെയിലറിൽ പഴയ ഗോത്രത്തെ കാണിക്കുമ്പോൾ അതിൽ പോത്തിൻ്റെ തലയുള്ള ആൾക്കാരെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് രാജമന്നാരെ കാണിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇതേ പോത്തിൻ്റെ തലയുള്ള ആളുടെ പ്രതിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പൂർവികരാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇതിൽ പ്രഭാസിൻ്റെ പേര് ദേവ എന്നാണ്. ഇതിലൊരു സീനിൽ പ്രഭാസ് ദുർഗാദേവിയെ പോലെ ഒരുപാട് ആയുധങ്ങൾ പുറകിൽ വരുന്ന പോലെയും ഒരു സീനും കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മഹിഷാസുരവധം പോലുള്ള എന്തെങ്കിലും കൺസെപ്റ്റ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. KGF 2വിലും അവരുടെ മൈനിങ് സ്ലമ്മിൽ അവർ ആരാധിക്കുന്നത് ദുർഗാദേവിയെ തന്നെയാണ്. ദേവിക്ക് കോപം വന്നാൽ പൊട്ടുവെച്ച് അലങ്കരിക്കണമെന്ന് റോക്കി അതിൽ പറയുന്നുമുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ KGF സലാർ ബന്ധം അതിൻ്റെ സാധ്യതകളും കാണുന്നുണ്ട്. ഇതെല്ലാം വെറുമൊരു ഊഹം മാത്രമാണ്, ശരിയാവണം എന്നുമില്ല. എന്തായാലും ഡിസംബർ 21 തിയേറ്ററിൽ ബാക്കി നമുക്ക് കണ്ടു തന്നെ അറിയാം.